ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വചനഭാഗമാണ് ധ്യാനിക്കാനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാനത്തെക്കുറിച്ചുള്ള 3-ാമത്തെ പ്രവചനമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 53-ാം അധ്യായം 3 മുതലുള്ള വചനഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ചുള്ള പ്രവാചകന്മാരുടെ ഒരു പ്രവചനം. ഇത് പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം വീണ്ടും ഈശോ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ശിഷ്യന്മാർക്ക് ഇത് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. ഈശോ പറഞ്ഞ കാര്യങ്ങൾ അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു എന്നാണ് വചനം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈശോയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഈശോയുടെ പിന്നാലെ നടക്കുകയാണ് ശിഷ്യന്മാര്. അവർക്ക് ഇതൊന്നും ഈശോയുടെ പീഡാസനത്തെ കുറിച്ച് പറഞ്ഞതും ശവമാനിക്കപ്പെടുമെന്നും നിന്ദനാകുമെന്നും വീണ്ടും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈശോ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് നമ്മൾ സ്റ്റക്കായി നിൽക്കുകയാണ് പലപ്പോഴും. എന്നാൽ യഥാർത്ഥ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഈശോയുടെ പീഡാനുഭവ സഹന മരണ ഉത്ഥാനത്തിൽ നമ്മളും പങ്കുചേരണമെന്ന യാഥാർത്ഥ്യമാണ്. ഓരോ ക്രിസ്ത്യാനിയും ഈശോയുടെ പിന്നാലെ നടക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശുമെടുത്ത് പിന്നാലെ ഈശോയുടെ പിറകെ നടക്കാനായിട്ടാണ്. അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അവനോടൊപ്പം നടക്കാനല്ല കർത്താവ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. അവൻ്റെ സഹനങ്ങളോട് ചേർന്ന് അവനോട് കൂടെ നടക്കാനായിട്ടാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് പൂർണ്ണതയിലെത്തുന്നത് സഹനങ്ങളിലൂടെ കടന്നുപോയി ഈശോടൊപ്പം മരിച്ച് ഈശോടൊപ്പം ഉത്ഥാനം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ മുമ്പ് കാലത്തിന് ചൈതന്യത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു കാലഘട്ടമാണ് പീഡാനുഭവ വാരത്തിൽ. നമുക്ക് ഈശോയുടെ പീഡാനുഭവ സഹനങ്ങളെ കൂടുതൽ ധ്യാനിക്കാനായിട്ട് സാധിക്കട്ടെ. അവൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനത്തിൻ്റെ ശേഷമാണ് ഇവൻ ദൈവപുത്രനാണെന്ന് ലോകം മുഴുവൻ ഏറ്റുപറയുന്നത്. ശതാധിപൻ കുരിശിന് താഴെ നിന്നുകൊണ്ടാണ് ഇവൻ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയുന്നത്. അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ ഇവൻ പ്രവാചകനാണെന്നോ രക്ഷകനാണെന്നോ ദൈവപുത്രനാണെന്നോ പല സംശയങ്ങളും ഉണ്ട്. എന്നാൽ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നത് കുരിശിന് താഴെ നിന്നുകൊണ്ടാണ്. അവൻ്റെ ഉത്ഥാനത്തിലൂടെയാണ് ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരിക. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, അത്ഭുതങ്ങളും അടയാളങ്ങളിലുമല്ല, അവൻ്റെ പീഡാസഹന മരണ ഉത്ഥാനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ കൂടുതൽ ധ്യാനിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ, ബുദ്ധിമുട്ടുകളെ, നിന്ദനങ്ങളെ, അവമാനങ്ങളെ ക്രിസ്തുവിനോടൊപ്പം സഹിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ ക്രിസ്തുവിനോടൊപ്പമുള്ള സഹനങ്ങൾക്ക് ശേഷമാണ് ക്രിസ്തുവിനോടുള്ള ഉത്ഥാനം ഉണ്ടാവുക എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് വരാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.